മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസും തികഞ്ഞ പുരോഗമന സ്വഭാവത്തോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ പുരോഗമന സ്വഭാവത്തെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. ഇന്ന് നവലിബറൽ സമീപനങ്ങളാണ് കൂടുതൽ ഇവർ കൈക്കൊള്ളുന്നത്. ഞങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തു. 15 വർഷം കഴിഞ്ഞ് ഇപ്പം കൊണ്ടുവന്നിരിക്കുക ബില്ല്. അപ്പോൾ ഇവരെപ്പോഴും ഇങ്ങനെയാണ്. ട്രാക്ടർ വന്നപ്പോൾ അതിനെ എതിർത്തു, ഇപ്പോൾ ട്രാക്ടറിൻ്റെ ആളുകളായി. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആളുകളായി. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് 10-20 വർഷമാണ്. അന്ന് ആ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ കുട്ടികൾ വെളിയിൽ പോയി പഠിക്കേണ്ട അവസരം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അത്തരം ഒരു ചിന്ത അവർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇൻവെസ്റ്റ്മെന്റ് ഉമ്മൻചാണ്ടി ഡാവോസിൽ ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ പോയപ്പോൾ അതിനെ എതിർത്തവരാണിവർ. ഇത്തവണ രാജീവ് പോയില്ലേ, രാജീവ് ലോക ഉച്ചകോടിയിൽ പോയി. ആ ലോക ഉച്ചകോടിക്കെതിരെ ബേബിയും സീതാറാം യെച്ചൂരിയും എല്ലാം കൂടെ പാരലൽ ഉച്ചകോടി ബോംബെ നടത്താൻ ശ്രമിച്ചവരാണ്. അപ്പം ഇവരുടെ കാഴ്ചപ്പാടുകളിലൊന്നും മാറ്റം ഉണ്ടാകുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് ഞങ്ങൾ പറയുന്നത്, ഇവരിപ്പോൾ ലെഫ്റ്റ് അല്ല, ഇവർ നേരെ റൈറ്റിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ കാർട്ടൂണിനെ കുറിച്ച് പറയുമ്പോൾ കൗതുകമുള്ളൊരു വസ്തുത എന്താ വെച്ചാൽ, നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് കാർട്ടൂണിസ്റ്റുകൾ സാറിൻ്റെ ആ മൂക്ക് കാണുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മൂക്ക് ഇങ്ങനെ ഒരു വളഞ്ഞ് ഒരു ഇത് കാണിക്കുമ്പോൾ സാറിൻ്റെ മൂക്കിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പം ഈ മൂക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരാണെന്നുള്ളത് മനസ്സിലായി. അത് കാണുമ്പോൾ ഒരു കൗതുകം, ഒരു സന്തോഷം ഇല്ലേ? തീർച്ചയായിട്ടും നമ്മളെ വിമർശിക്കുന്ന തരത്തിൽ ഒത്തിരി എഴുതാറുണ്ട്. എനിക്കതിനകത്ത്